പ്ലസ് സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫസ്റ്റ് ചാപ്റ്റർ മാത്സിലെ 1-1 ഫംഗ്ഷൻ ആൻഡ് ഓൺ-ടു ഫംഗ്ഷൻസ്. ഇനി ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് പാർട്ട് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ റിലേഷൻ സെറ്റാക്കി തരാമെന്നുള്ള ഫുൾ കാര്യം പറഞ്ഞു. ടൈപ്സ് ഓഫ് റിലേഷൻ വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് രണ്ട് ടൈപ്പ് ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. അതിൽ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ പ്ലസ് 2 പഠിക്കുന്നത് 1-1 ആൻഡ് ഓൺ-ടു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ ഇനി ബാക്കിയുള്ളൂ. ഇത് പഠിച്ചാൽ അടുത്ത ടോപ്പിക്സ് മൊത്തം ഈ ചാപ്റ്ററിന് സെറ്റാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടൺ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഞാൻ ചോദിക്കുന്ന ആൻസേഴ്സ് കമൻറ്റ് ചെയ്യണം. ഓക്കെ, റെഡി? അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? എല്ലാവർക്കും അറിയാമല്ലോ. ഫംഗ്ഷൻ ഇസ് എ സബ്സെറ്റ് ഓഫ് എ റിലേഷൻ. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ? ഒന്നുമില്ല, ഒരു ടൈപ്പ് ഓഫ് റിലേഷൻ, പ്രത്യേക റൂൾസ് ഉള്ള ഫംഗ്ഷൻ. എന്താണ് റിലേഷൻ അല്ലേ? എഫ് നമ്മൾ ഇവിടെ ഇടും. എയിൽ നിന്ന് ബിയിലേക്ക് ഈ സെറ്റ് മൊത്തത്തിന് കോഡൊമെയിൻ എന്ന് പറയും, ഇതിനെ മൊത്തത്തിന് ഡൊമെയിൻ എന്ന് പറയും. ആൻഡ് കുറച്ച് റൂൾസ് എന്തൊക്കെയാണ് മക്കളെ? ഒരു വെയിങ് മെഷീൻ പോലെ തന്നെ അല്ലേ? ഇവിടുന്ന് ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഇവിടുന്ന് എല്ലാവർക്കും ആരോ മാർക്ക് ഉണ്ടാവും, ഒരു ഇമേജ് ഉണ്ടാവും. ഇയാൾക്ക് ഇമേജ് ഉണ്ടാവും, ഇയാൾക്ക് ഇമേജ് ഉണ്ടാവും, ഇയാൾക്ക് ഇമേജ് ഇല്ലാണ്ടിരിക്കും. ഇല്ല, ഉണ്ടാവും. അങ്ങനെ നിർബന്ധമായിട്ടും ഉണ്ടാവും അല്ലേ? ഇങ്ങനെ ഉണ്ടാവും. ഒരാൾക്ക് ഒരു ഇമേജ് ഉണ്ടാവുള്ളൂ, എല്ലാവർക്കും ഒരു ഇമേജ് ഉണ്ടാവുന്നതാണ് റൂൾ. ഓക്കെ, എവ്രി വൺ ഹാസ് എൻ ഇമേജ്. എല്ലാവർക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ട്, എല്ലാവർക്കും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. രണ്ട് ഔട്ട്പുട്ട് പറ്റുമോ? നോ, ഓൺലി വൺ ടൈം. ഓക്കെ, അതേ പറ്റുള്ളൂ. ഇതാണ് ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകത. ഫംഗ്ഷൻസിൽ രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക്. 1-to-1 ഫംഗ്ഷൻ നമ്മൾ വിളിക്കും, അഥവാ ഓൺ-ടു. ഓക്കെ, രണ്ട് ടൈപ്പിലാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പം സാറേ 1-1 ആയാൽ ഓൺ-ടു ആവില്ല, ഓൺ-ടു ആയാൽ 1-1, അങ്ങനെയല്ല. 1-1 ആവാം, ഓർ മിനി-1 ആവാം, മിനി-to-1 ആവാം. ഓക്കെ, 1-to-1 ആവാം, അല്ലെങ്കിൽ മിനി-to-1 ആവാം, അല്ലെങ്കിൽ ഓൺ-ടു ആവാം, അല്ലെങ്കിൽ ഇൻ-ടു ആവാം. ഓക്കെ, ഈ വാക്കുകളാണ് വേണ്ടത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മുടെ ആൻസറിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാത്തമാറ്റിക്കലി നമുക്ക് ഇഷ്ടമുള്ളത് 1-1 ഓൺ-ടു ആണ്. ഈ രണ്ട് കാര്യങ്ങളായാൽ നമ്മൾ അതിനെ ബൈജക്റ്റീവ് എന്ന് വിളിക്കും. എന്താണ് മക്കളെ? ബൈജക്റ്റീവ് അഥവാ ഇൻവെർട്ടിബിൾ. എന്താണ്? ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ബൈജക്റ്റീവ് ഫംഗ്ഷൻ അഥവാ ഇൻവെർട്ടിബിൾ. കാരണം ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ പോകുന്ന എല്ലാ ക്വസ്റ്റനും ബൈജക്റ്റീവ് ആണോ ചെക്ക് ചെയ്യാനാണ്, ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാനാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് വേണ്ട രണ്ട് കണ്ടീഷനാണ്. ഇറ്റ് ഷുഡ് ബി 1-1 ആൻഡ് ഇറ്റ് ഷുഡ് ബി ഓൺ-ടു. എന്താണെന്ന് നോക്കിയാലോ? വളരെ സിമ്പിൾ സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫണ്ണി വീഡിയോ ഞാൻ 2 വർഷം മുമ്പ് ഇറക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് ഉയരെ ബാച്ചിലുള്ളവർ കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ ലിങ്കിൽ കാണാൻ പറ്റിയ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, പോയി കണ്ടോളൂ. ഓക്കെ, 1-1 അഥവാ മിനി-1. ഇത്രയേ ഉള്ളൂ മക്കളെ മനസ്സിലാക്കണേ. 1-1 മനസ്സിലാക്കണം, മിനി-1 മനസ്സിലാക്കിയാൽ മതി. ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, ഒരു ഫംഗ്ഷൻ വെറുതെ ആരോ ഡയഗ്രത്തിൽ മനസ്സിലാക്കാം. എയിൽ നിന്ന് ബിയിലേക്കൊരു ഫംഗ്ഷൻ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. നോക്കിയേ, ഞാനൊരു ഫംഗ്ഷനിൽ കുറച്ച് സാധനങ്ങൾ വരച്ചിടാം. കുറച്ച് എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. many-to-1 എന്ന് വെച്ചാൽ കുറേ ആൾക്കാർ ഇവിടെ ഒരാളെ അവിടെ നോക്കുന്നു. ഓക്കെ, നോക്കിയേ, ഇതെന്താ? many-to-1. എന്താണ് സംഭവം? കുറേ ആൾക്കാരുടെ ഔട്ട്പുട്ട് സെയിം ആണ്. ഇതിനെ many-1 എന്ന് വിളിക്കും. കുറേ ആൾക്കാർ വേണമെന്നില്ല. ബേസിക്കലി രണ്ട് ആൾക്കാർ ഒരെണ്ണത്തിലേക്ക് പോയാൽ ബേസിക്കലി ഒരു ഔട്ട്പുട്ടിന് മോർ ദാൻ 1 ഇൻപുട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം നോക്കിയാൽ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ക്ലാസ്സിൽ 150 ഹൈറ്റ് ഉള്ള 2 കുട്ടികളെക്കാട്ടും ഉണ്ടെങ്കിൽ മിനി-1. ഈ കുട്ടിക്ക് 180 ഹൈറ്റ്, ഈ കുട്ടിക്ക് 180 ഹൈറ്റ്, ഇത് 160 ആയിരിക്കും. കുറേ ആൾക്കാർക്ക് 100. അപ്പം മെനി ആൾക്കാർക്ക് ഒരു ഔട്ട്പുട്ട്, മെനി ഇൻപുട്ട്, മൾട്ടിപ്പിൾ ഇൻപുട്ട്സ്, ഒരു ഔട്ട്പുട്ട്. അതാണ് സംഭവം. അതേ സമയത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് 1-1 എന്ന് പറയുന്നത്. ഓക്കെ, 1-1 ആണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇവിടെ 4 ഉണ്ട്. ഇവിടെ ഇപ്പം 4 അതിനെക്കാട്ടും കൂടുതലുണ്ടാവും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇവിടെ പോകുന്നു. ഇയാൾ ഇങ്ങോട്ടേക്ക് പോവില്ല. ഓക്കെ, ഓരോ ഔട്ട്പുട്ടിനും ഓരോ പ്രീമേജ് അല്ലേ ഇൻപുട്ട് ഉള്ളൂ. ഇതെന്താണ്? 1-to-1. ഇപ്പം മനസ്സിലായോ എന്താണ് 1-1? കുറേ ആൾക്കാർ ഒരു ഔട്ട്പുട്ടിലേക്ക് പോവില്ല എന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ റോൾ നമ്പേഴ്സ് 1-to-1 ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ് റൂമിൽ 2 ആൾക്കാർക്ക് ഒരു റോൾ നമ്പർ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അലൻ എന്നുള്ള പേരുണ്ട്, അലക്സ് എന്നുള്ള പേരുണ്ട്, അർച്ചന എന്നുള്ള പേരുണ്ട്. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ട് കുറേ പേരുണ്ട്. ആൻഡ് റോൾ നമ്പേഴ്സ് ഇങ്ങനെ 1 2 3 4 പോയിക്കൊണ്ടിരിക്കുക അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയേ, അലന് ഈ റോൾ നമ്പർ, അലക്സിന് ഈ റോൾ നമ്പർ, അർച്ചനയ്ക്ക് ഈ റോൾ നമ്പർ. 2 ആൾക്കാർക്ക് ഇപ്പോൾ അടുത്ത ആൾക്കും കൂടി കിരണിന് ഈ റോൾ നമ്പർ വരുമോ? ഇല്ല, അത് പറ്റൂല. അപ്പോൾ കൺഫ്യൂഷനായി. അപ്പോൾ അത് 1-to-1 റിലേഷനാണ്. ഓക്കെ, ഒരു റോൾ നമ്പറിന് ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറയുമ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഫംഗ്ഷൻ സെറ്റ് ബി 1-1 അല്ലെങ്കിൽ ഇൻജക്ഷൻ എന്ന് ആലോചിച്ചാൽ മതി. ഇൻജക്റ്റീവ് എന്നുള്ള പേരും പഠിച്ചിട്ട് ഇൻജക്ടിവിറ്റി ചെക്ക് ചെയ്യാൻ പറയാൻ ഇൻജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, ഇഫ് ഡിഫറെൻറ്റ് എലമെന്റ്സ് ഓഫ് ദ ഡൊമെയിൻ, ഇവിടെ ഡിഫറെൻറ്റ് എലമെന്റ്സ് വേറെ ആൾക്കാർക്ക്
വേറെ വേറെ ഔട്ട്പുട്ട് ഉണ്ട്, വേറെ വേറെ ഇമേജസ് ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഇവർക്ക് രണ്ടാൾക്ക് ഡിഫറെൻറ്റ് ഇമേജസ് ഹാവ് സെയിം ഔട്ട്പുട്ട് പറ്റൂല. ഇറ്റ് ഇസ് കോൾഡ് 1-1 അല്ലെങ്കിൽ many one. ഇത് many one. ഇപ്പോൾ ഡിഫറെൻറ്റ് ഹാവ് സെയിം ഔട്ട്പുട്ട്, ഡിഫറെൻറ്റ് ഇമേജ് ഡിഫറെൻറ്റ് ഇൻപുട്സ് ഹാവ് സെയിം ഔട്ട്പുട്ട് many one. ഡിഫറെൻറ്റ് ഹാവ് ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് 1-1. ഓക്കെ, ഇനി ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഡെഫിനേഷൻ, ഇത് സിംപ്ലിഫൈഡ് ഡെഫിനേഷൻ പറയാം. ഇഫ് each output has only one pre-image, every image has only one pre-image. ഇയാൾക്ക് 3 pre-image ഉണ്ട് അല്ലേ, ഈ ഇമേജിന് 3 pre-image ഉണ്ട്, ഇത് 2 ഉണ്ട്. സിംഗിൾ pre-image ഉണ്ടെങ്കിൽ നമ്മളതിനെ 1-1 എന്ന് പറയും. 1-1 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 1-1 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലെങ്കിൽ തിയററ്റിക്കൽ മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്. നോക്കിക്കാം, ദ ഫംഗ്ഷൻ പി ഇസ് ഡിഫൈൻഡ് ഫ്രം ടു ഈച്ച് പേഴ്സൺ ഓൺ എർത്ത്. ഈ ലോകത്തെ എല്ലാ ആൾക്കാർക്കും, ഓരോ ആൾക്കാർക്കും ഒരു ബർത്ത്ഡേ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കിവിടെ കുറേ ആൾക്കാർ, ലോകത്ത് എത്ര ആൾക്കാരുണ്ട്? 7 ബില്യൺ ആൾക്കാരുണ്ട്. നമുക്ക് ഡേറ്റുകൾ, ദിവസങ്ങൾ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ Jan 1, Jan 2, നിങ്ങൾ വർഷം കൂടി ഇട്ടാൽ ഇങ്ങനെ പോയി December 31 വരെ ഇങ്ങനെ പോകും. 31 വരെ കുറേ ദിവസങ്ങളുണ്ട് അല്ലേ. ഇനി ഇവർ ചോദിക്കുന്നത് ഇത് ഫംഗ്ഷൻ 1-1 ആണോ, ഗിവ് റീസൺ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ മനുഷ്യൻ 8 ബില്യൺ ആൾക്കാരുണ്ട് കേട്ടോ, 800 കോടി ആൾക്കാരുണ്ട്. ഇയാൾക്ക് Jan 1. മക്കളെ, Jan 1 എന്നുള്ള ബർത്ത്ഡേ ഒരാൾക്ക് മാത്രമാണ് ഈ ലോകത്തുള്ളത്? ഇല്ല, ലക്ഷക്കണക്കിന്, ചിലപ്പോൾ കോടിക്കണക്കിന് ആൾക്കാർക്ക് 1 ജാനുവരിക്ക് ബർത്ത്ഡേ ഉണ്ടാവും അല്ലേ. ഇത് ഇപ്പം തന്നെ എന്താണ്, many one ആയി. അതേപോലെ നിങ്ങളുടെ ബർത്ത്ഡേ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് യുവർ ബർത്ത്ഡേ, അതിൽ എൻ്റെ ബർത്ത്ഡേ എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം അലൻ സാറിൻ്റെ ബർത്ത്ഡേക്ക് എനിക്കറിയാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിവിൻ പോളിൻ്റെ ബർത്ത്ഡേ എൻ്റെ ബർത്ത്ഡേ സെയിം ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി എന്താ, ഞാൻ ജനിച്ചതും നിവിൻ പോളി ജനിച്ചതും സെയിം ദിവസമാണ്, സെയിം വർഷമല്ല. എനിക്ക് വർഷം കുറവാണ്, പ്രായം കുറവാണ്. അപ്പം സെയിം ബർത്ത്ഡേ. ഇനിയിപ്പോൾ വർഷം നോക്കുകയാണെങ്കിലും എൻ്റെ സെയിം ബർത്ത്ഡേക്ക് എൻ്റെ സെയിം വർഷം ജനിച്ച ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. സോ ഇറ്റ് ഇസ് many one അല്ലേ, many one, ഓബ്വിയസ്ലി many one ആണ്. അതിന് റീസൺ കൊടുക്കേണ്ട ആവശ്യം നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങളുടെ ബർത്ത്ഡേക്ക് കുറേ ആൾക്കാരുണ്ട്, അപ്പോൾ തന്നെ many one ആയി. ഓക്കെ, അത് സിമ്പിൾ ക്വസ്റ്റ്യൻ. തിയററ്റിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി പ്രൂവ് ചെയ്യുക. ഓക്കെ, ആൽജിബ്രയ്ക്കിൽ ചെക്കിംഗ് ഫോർ 1-1 ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ എന്നാൽ 1-1 ആണോ എന്ന് ചെക്ക് ചെയ്യുക. സിമ്പിൾ ഏറ്റവും സിമ്പിൾ മെത്തേഡ് നോക്കിക്കോ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഫ്രം നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ്. ഫംഗ്ഷൻ എന്താണ് മക്കളെ? f(x) എന്ന് പറയുമ്പോൾ 3x + 10. ഇതാണ് ഫംഗ്ഷൻ. ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുക, അസ്യൂം f(x1) = f(x2). ഓക്കെ, അസ്യൂം ഇത് വെച്ച് തുടങ്ങാം. f(x1) = f(x2) വെച്ച് തുടങ്ങാം. ഓക്കെ, ഈ ഫംഗ്ഷൻ x1 ഈ ഫംഗ്ഷൻ x2 നിങ്ങൾ തുടങ്ങാം. അവസാനം സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ x1 = x2 കിട്ടിയാൽ if x1 x2 then it is 1-1. ഇത്രേ ഉള്ളൂ. 1-1 അല്ലെങ്കിൽ 1-1 എഴുതി. ഓക്കെ, നിങ്ങൾ f(x1) = f(x2) എഴുതി സിംപ്ലിഫൈ ഒക്കെ ചെയ്ത് അവസാനം x1 = x2 കിട്ടിയാൽ 1-1 അല്ലെങ്കിൽ many one. നിങ്ങൾക്ക് ഇങ്ങനത്തെ വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും 1-1 ക്വസ്റ്റ്യൻസ് ആയിരിക്കും 99%. നോക്കിക്കുക എങ്ങനെ ചെയ്യാം, ആ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്യാം. f(x1) = f(x2) എങ്ങനെ വിശ്വസിക്കുക. ചില സ്കൂളിൽ f(y1, y2) എന്ന് പറയും, ചിലരുടെ f(x) f(y) എന്ന് പറയും. എന്താണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ 3x1 + 10 ഇടും. f(x1) എന്ന് പറയുമ്പോൾ 3x1 + 10, f(x2) എന്ന് പറയുമ്പോൾ 3x2 + 10. ഇനി മക്കളെ ഞാൻ എന്താ ചെയ്യുന്നത്, നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ഇത് കാണുന്നതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമുക്ക് 10നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, 3x1 + 10, ഈ 10 ഇങ്ങോട്ട് വരുമ്പോൾ -10 = 3x2. മക്കളെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്താണ്, ഈ 10ഉം -10ഉം കൂടി പോയി. അപ്പോൾ അവസാനം എന്താണ്, 3x1 = 3x2. പക്ഷെ അതല്ല നമ്മളോട് ചോദിച്ചത്, നമ്മൾ പഠിച്ചത് x1 = x2 കിട്ടണം. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് ഈ 3 കട്ട് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ഈ 3 ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് ഈ സൈഡിലേക്ക് ഡിവിഷനിലേക്ക് കളയുന്നു. അപ്പോൾ x1 = 3x2 / 3. അപ്പോൾ എന്താണ് കേട്ടോ, 3 വെട്ടിപ്പോയി. അവസാനം നമുക്ക് കിട്ടി x1 = x2 അല്ലേ. x1 = x2 കിട്ടി. ഈ സംഭവം കിട്ടിയാൽ നോക്കിക്കേ, ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് കിട്ടിയാൽ നോക്കിക്കേ. ഇവിടെ നോക്കുക, ഇവിടെ f(x1) = f(x2) വെച്ച് തുടങ്ങി x1 = x2 കിട്ടിയാൽ എന്താണ്, ഇവിടും തുടങ്ങി സിംപ്ലിഫൈ ചെയ്ത് കിട്ടിയാൽ ഐ ക്യാൻ സേ ഇറ്റ് ഈസ് 1-1. കഴിഞ്ഞു. എന്താണ്, 1-1 ഫംഗ്ഷൻ ആണ്, കഴിഞ്ഞു. ഇതാണ് 1-1 തിയററ്റിക്കലി ചെയ്യാൻ. ഇത് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, PYQ ഉണ്ട്. എല്ലാം ഒരേ ബാച്ചിൽ കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. അവിടെ ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് 1-1 ചെക്ക് ചെയ്യുക. ഈ 1-1 എങ്ങനെ ഗ്രാഫിക്കലി ചെക്ക് ചെയ്യാം? ഗ്രാഫിക്കൽ ടെസ്റ്റ് ഉണ്ട് മക്കളെ. ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ വെർട്ടിക്കൽ ചെയ്യും. ഇവിടെ 1-1 ടെസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റാണ്. വളരെ സിമ്പിൾ. ഒരു എക്സിന് ബേസിക്കലി ഒരു വൈന് ഒരു എക്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1-1 നോക്കണേ, നിങ്ങൾ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാം.
ഇത് ഒരു പ്രാവശ്യമല്ലേ കട്ട് ചെയ്യുന്നുള്ള ഫംഗ്ഷനെ ഇത് 1 to 1 ആണ്, കഴിഞ്ഞു. ഇയാളോ, ഇയാൾ 1 to 1 അല്ല, ഇയാൾ മെനി ടു 1 ആണ്. കാരണം എന്താണ്, ഈ ലൈനും നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ കുറേ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കോയിൻസൈഡിങ് അത് പറ്റൂല. ഇവിടെ നോക്കിക്കേ, ഇപ്പം തന്നെ ഫെയിലായി. എന്താ 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ മീനിങ് സാർ? ഇത്രേ ഉള്ളൂ, ഇത് x² ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ മക്കളെ 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. -2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അതാണ് പ്രശ്നം. 2ൻ്റെ സ്ക്വയറും നമുക്ക് 4 കിട്ടും, -2ൻ്റെ സ്ക്വയറും 4 കിട്ടും. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ നോക്കുമ്പോൾ 2ഉം -2. ഇവിടെ 2 ആൾക്കാർക്ക് എന്താ പ്രശ്നം? 2 ആൾക്കാർ ആൾക്കാർക്ക് സെയിം ആൻസർ കിട്ടും. മെനി ഇൻപുട്ട് സെയിം ഔട്ട്പുട്ട്. ഓക്കെ, അതാണ് പ്രശ്നം. ഇത് മെനി 1 ആണ്. ഇത് 1 1 ആണോ? ഇത് 1 1 ആണ് അല്ലേ, ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുന്നുള്ളൂ. ഇത് 1 1 ആണോ? ഇത് 1 1 ആണ്, ഒരു പ്രാവശ്യം ടച്ച് ചെയ്യുന്നുള്ളൂ. ഇവിടേക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. മെനി 1 ഫംഗ്ഷൻ 2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്, മെനി 1. ഇത് മെനി 1 ആണ്, കാരണം ഇത് വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ ലൈനാണ്, അപ്പോൾ കുറേ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇതും മെനി 1 ആണ്, കാരണം ഇവിടെ ഹൊറിസോണ്ടലാണ്, കുറേ ആൾക്കാർക്ക് സെയിം ഔട്ട്പുട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിളാണ് ഗ്രാഫിക്കലി എങ്ങനെ ടെസ്റ്റ് ചെയ്യാം. ഇനി 1 1 എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓൺ ടു അഥവാ ഇൻ ടു. അതിനെ നമ്മൾ വിളിക്കും, ഓൺ ടുവിനെ നമ്മൾ വിളിക്കും സർജക്റ്റീവ്. ഇൻജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് 1 1 1. ഓൺ ടു എന്ന് പറയുമ്പോൾ സർജക്റ്റീവ്. നമുക്ക് വേണ്ടത് അതാണ്. ഓക്കെ, ഓൺ ടു വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. കോഡൊമെയിൻ, നമ്മുടെ സെക്കൻഡ് സെറ്റിൽ വരുന്ന ആൾക്കാർ എല്ലാവരും ഇമേജസ് ആണെങ്കിൽ അവരെ റേഞ്ച് എന്ന് വിളിക്കും. ഓക്കെ, ഇത്രേ ഉള്ള സംഭവം. നമ്മൾ നോക്കിയേ, ടടൻ 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 ടടൻ. ഇവിടെ 1 1 ആണോ മെനി 1 ആണോ എന്ന് വിഷയമല്ല കേട്ടോ, ഇത് വേറെ തന്നെ ഒരു സാധനമാണ്. ഓക്കെ, വേറെ തന്നെ ഒരു ടെസ്റ്റാണത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഓൺ ടു. ഇതാണ് നമുക്ക് ഇഷ്ടമുള്ളത്. ഇത് ഇൻ ടു. ഓക്കെ, ഇൻ ടു നമുക്ക് ഇഷ്ടമല്ല. ഇൻ ടു എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ മക്കളെ. ഈ സെറ്റ് മൊത്തം കോഡൊമെയിൻ ആണെന്ന് അറിയില്ല. കോഡൊമെയിൻ, ഇത് കോഡൊമെയിൻ, ഇത് മൊത്തം കോഡൊമെയിൻ. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ നോക്കിക്കേ, ഈ സെറ്റില്ലേ ഇവിടെ നിങ്ങൾ കാണുന്നത് കോഡൊമെയിൻ്റെ ഒരു സബ്സെറ്റായ ഈ സെറ്റ്, ഇതിനെ സെറ്റ് ഓഫ് ഇമേജസ് എന്ന് പറയും. നമ്മളതിനെ വേറൊരു പേര് വിളിക്കും, റേഞ്ച്. ഇവിടെ നോക്കിയാൽ റേഞ്ചും കോഡൊമെയിൻ ഈക്വൽ ആണോ? റേഞ്ച് എന്ന് പറയുമ്പോൾ ഇവരേ ഉള്ളൂ, കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഇയാളും കൂടി ഉണ്ട്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല. ദാറ്റ് ഈസ് കോൾഡ് ഇൻ ടു ഫംഗ്ഷൻ. ഇവിടെ നോക്കിക്കേ, ഇതിന് പകരം ഇവിടെ നോക്കാം. ഇവിടെ നോക്കിയാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട 1 1 ഉം മെനി 1 ഉം തമ്മിൽ. അപ്പോൾ ഞാൻ എന്താ 1 2 എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. എന്താ ഇവിടെ 1 1 നോക്കണ്ട, നിങ്ങൾ നോക്കിയേ. റേഞ്ച് എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഉണ്ട് അല്ലേ, ഇതാണ് റേഞ്ച്. റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമെയിൻ. ബേസിക്കലി എല്ലാം കോഡൊമെയിനിലെ എലമെന്റ്സും ഇമേജസ് ആയാൽ മതി. കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമെയിൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് സർജക്റ്റീവ് ഓർ ഓൺ ടു. ഓക്കെ, അതാണ് നോക്കേണ്ടത്. അതെങ്ങനെ ചെയ്യാൻ തിയററ്റിക്കൽ മെത്തേഡ് ഉണ്ട് ആൻഡ് നമ്മുടെ എന്ത് മെത്തേഡ് ഉണ്ട് മക്കളെ? ഗ്രാഫിക്കൽ മെത്തേഡ്. പെട്ടെന്ന് ആ വാക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് തിയററ്റിക്കൽ മെത്തേഡ് വെച്ച് തുടങ്ങാം. വളരെ സിമ്പിളാണ്. അല്ലെ, നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ച് തുടങ്ങാം. വളരെ സിമ്പിൾ. ഇത്രയുള്ള ചെക്ക് ചെയ്യാനുള്ള ഗ്രാഫിക്കൽ അനാലിസിസ്. ഓക്കെ, x² എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നോക്കിയാൽ ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് കേട്ടോ. നമുക്ക് കോഡൊമെയിൻ എങ്ങനെ ഒരു ഫംഗ്ഷൻ അറിയാൻ പറ്റുക? ഫംഗ്ഷൻ ഫ്രം ഡൊമെയിൻ ടു കോഡൊമെയിൻ എഴുതാം. ഡൊമെയിൻ ടു കോഡൊമെയിൻ. ഇത് ഡൊമെയിൻ, ഇത് കോഡൊമെയിൻ. ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. അപ്പോൾ നമുക്ക് കോഡൊമെയിൻ അറിയാണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഇത് ഡൊമെയിൻ ഫസ്റ്റ് തരുന്നതാണ്. സെക്കൻഡ് തരുന്ന ആൾ റേഞ്ച് അല്ല, കോഡൊമെയിൻ ആണ്. ഓക്കെ, കോഡൊമെയിൻ. ഇവിടെ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി ക്വസ്റ്റ്യൻ തന്നത് f(x) = x². എന്താണ് f(x) = x²? x²ൻ്റെ ഗ്രാഫ് എല്ലാവർക്കും അറിയാം. +1 പാസ്സായ എല്ലാവർക്കും അറിയണം. ഇതാ y = x². ഓക്കെ, ഇനി ഇതിൻ്റെ റേഞ്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മക്കളെ. റേഞ്ച് ബൈ ഹാർട്ട് പണ്ട് പഠിച്ചില്ലേ, ഓർമ്മയില്ല. 0 എന്ന് മേലേക്കല്ലേ, ഇത് 0, ഇത് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 0 to ഇൻഫിനിറ്റി അല്ലേ. r+ എന്നൊന്നും എഴുതരുത് കേട്ടോ, r+ തെറ്റാണ്. അപ്പോൾ 0 ഉണ്ടാവില്ല. അപ്പോൾ 0 to ഇൻഫിനിറ്റി നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ റേഞ്ച് എന്താണ് നമ്മൾ എഴുതാം? റേഞ്ച് ഈസ് ഈക്വൽ ടു, റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതും, y ബിലോങ്സ് ടു 0 to ഇൻഫിനിറ്റി. ഇതായിരുന്നു റേഞ്ച്. ഓക്കെ, റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നോക്കിയാൽ കോഡൊമെയിൻ ആരാ? കോഡൊമെയിൻ റിയൽ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടുന്ന് ഇവിടെ മുതൽ ഇവിടെ വരെ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഫംഗ്ഷൻ ഇല്ല, ഇവിടെ ഫംഗ്ഷൻ ഇല്ല, ഇവിടുന്ന് ഇവിടെ വരെയുള്ളൂ. കോഡൊമെയിൻ ഇതാണ്, മൊത്തം ഉണ്ട്. റേഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പം റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അപ്പോൾ നമുക്ക് പറയാം നോട്ട് ഓൺ ടു, സർജക്റ്റീവ് അല്ല എന്ന് പറയാം. നോട്ട് ഓൺ ടു അഥവാ നമുക്ക് പറയാം ഇൻറ്റു ആണ്. ഓക്കെ, ഇറ്റ് ഇസ് ഇൻറ്റു. ഞാൻ പേരുകൾ കൺഫ്യൂഷൻ ഓൺ ടു അല്ല എന്ന് പറഞ്ഞാൽ മതി. കോഡൊമെയിൻ റേഞ്ച് ഈക്വൽ ആണെങ്കിൽ ഓൺ ടു. ഇത് ഓൺ ടു അല്ല. വളരെ സിമ്പിൾ. ഇവിടെ നിന്നാണ് കോഡൊമെയിൻ മനസ്സിലാക്കുക. റേഞ്ച് നിങ്ങൾക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും. ഇനി
ഗ്രാഫിക്കൽ അല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യുക? തിയറിറ്റിക്കലി ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. +1 എങ്ങനെയാണോ റേഞ്ച് കണ്ടുപിടിച്ചത്, +1 റേഞ്ച് കണ്ടുപിടിക്കാൻ മെത്തേഡ് ഉണ്ടായിരുന്നു അല്ലേ? ആ സെയിം മെത്തേഡ് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ +1 പഠിച്ച റേഞ്ച് മെത്തേഡാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിയേ, f(x)ന് നമ്മൾ y ഇടുന്നു, f(x)നെ y ഇടുന്നു. എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സോൾവ് ദി ഇക്വേഷൻ ഫോർ f(x) ആൻഡ് y ആൻഡ് ഒബ്റ്റെയിൻ x ഇൻ ടേംസ് ഓഫ് y. ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? x ഇൻ ടേംസ് ഓഫ് y എന്ന് പറഞ്ഞാൽ എക്സിനെ ഒറ്റയ്ക്ക് ആക്കുക. ഓക്കെ, ഒറ്റയ്ക്ക് ആക്കണം. എക്സിനെ തന്നെ ആക്കണം, എക്സ് മാത്രം ഉണ്ടാകാൻ പാടുള്ളൂ ഒരു സൈഡിൽ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഏതൊക്കെ വാല്യൂസ് പറ്റൂല എന്ന് നോക്കുക. ആൻഡ് നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം, വളരെ സിമ്പിൾ. ഇവിടെ നോക്കിക്കേ, f(x) = 3 - 4x. ഓക്കെ, f(x) = 3 - 4x. ഇവിടെ നോക്കുക, കോഡൊമെയിൻ ഏതാ? ഡൊമെയിൻ. ഇത് കോഡൊമെയിൻ, ഇതാണ് കോഡൊമെയിൻ. കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഐഡിയലി ഗ്രാഫ് നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ, നിങ്ങൾ +1 കഴിഞ്ഞ കുട്ടികളാണ്, +1 കഴിഞ്ഞ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം 3 - 4x എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ. -4x എന്ന് പറയുമ്പോൾ ഇങ്ങനെ ശരിവാണ്, 3 ആണ് വരുന്നത്. അപ്പോൾ x 0 ആകുമ്പോൾ എവിടെ വരുന്നത്? x 0 ആകുമ്പോൾ y3, x 0 ആകുമ്പോൾ y3, ഇതാ ഇവിടെ 3. ഇങ്ങനെയാണ് ലൈൻ വരും. y = 3 - 4x എന്ന് പറഞ്ഞ സാധനം വരും. ഓക്കെ, ഇത്രയുള്ള സംഭവം ഇതാണ് ലൈൻ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഹൊറിസോണ്ടൽ ടെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം ദിസ് ഇസ് ഓൺ ടു. തിയറിറ്റിക്കലി ഇമ്പ്രൂവ്, ആൽജിബ്രയ്ക്കലി കാണിച്ചു തരാം. വളരെ സിമ്പിൾ. നിങ്ങൾ f(x)ന് പകരം y എഴുതാം. y = 3 - 4x. റേഞ്ച് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ്. ഓക്കെ, ഇനി നോക്കിക്കാം, ഇവിടെ x തന്നെയാക്കണം, ഇയാളെ തന്നെയാക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവനെ 4x ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. 4x ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് 4x കിട്ടി. 3 ഇവിടെ തന്നെ ഉണ്ട്. y ഇങ്ങോട്ട് വരും, -y. 3 - 5, 4x ഇങ്ങോട്ട്, 3 - 5 അങ്ങോട്ട്. ഓക്കെ, ഇനി നമുക്ക് എക്സിനെ തന്നെ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? 4നെ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എന്താണ്? x = 3 - y / 4. എക്സിനെ തന്നെയാക്കി, x ഇൻ ടേംസ് ഓഫ് y ആക്കി. ഇനി നോക്കിക്കാം, ഒബ്റ്റെയിൻ x ഇൻ ടേംസ് ഓഫ് y. അത് കഴിഞ്ഞു. ഇനി ഇഫ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് y ബിലോങ്ങിങ് ടു b. മക്കളെ, ഈ y ബിലോങ്ങിങ് ടു b എന്ന് പറയുമ്പോൾ കോഡൊമെയിനിലെ എല്ലാ വാല്യൂസും, കോഡൊമെയിൻ ക്വസ്റ്റ്യനിൽ തന്ന എല്ലാ വാല്യൂസും എക്സിന് നമ്മൾ ഇട്ട് കൊടുത്താൽ എക്സിന് വാല്യൂ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഡൊമെയിനിൽ ചെക്ക് ചെയ്യില്ലേ, ഇവിടെ നോക്കിയാൽ ഇവിടെ കോഡൊമെയിൻ നമുക്ക് എല്ലാ വാല്യൂസും ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഇവിടെ കോഡൊമെയിൻ എന്താണ്? റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സ് എല്ലാം വൈന് ഇട്ട് കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ സമയമില്ല എന്ന് എനിക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ റിയൽ നമ്പേഴ്സിൽ എന്ത് ഇവിടെ ഇട്ട് കൊടുത്താലും പ്രശ്നമുണ്ടോ? അതെങ്ങനെയായിരുന്നു പ്രശ്നം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് കോഡൊമെയിൻ ഇൻ വൈ. ഓക്കെ, വൈയിൽ കോഡൊമെയിൻ വർക്ക് ചെയ്യുമെന്ന് നോക്കണം. നിങ്ങളെല്ലാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് മാജിക് റൂൾ +1 ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു? ഫസ്റ്റ് കാര്യം എന്താണ്? ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ അല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഇയാൾ 0 ആവരുത്. ഇതാണ് ഫസ്റ്റ് റൂൾ നമ്പർ 1. സെക്കൻഡ് റൂൾ എന്താണ്? സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ > 0. ഇവിടെ സ്ക്വയർ റൂട്ടും ഇല്ല, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഇല്ല. വൈ ഡിനോമിനേറ്ററിലാണോ? അല്ല. അപ്പം നമുക്ക് പറയാം എന്താണ്? y ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്. ഒരു നമ്പറും ഇടാൻ പറ്റാത്തതായിട്ടില്ല. ഇവിടെ 1 ഇടാം, 2 ഇടാം, 0 ഇടാം, ഇൻഫിനിറ്റി ഇടാം, എന്ത് വേണം ഒരു കുഴപ്പമില്ല. പക്ഷേ ഒന്നും ഇടാൻ പറ്റാത്തതിലേറെ ഡിനോമിനേറ്റർ ഇല്ല, റൂട്ടില്ല. അപ്പോൾ y ബിലോങ്സ് ടു r. അപ്പം ഇതെന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഇയാളും റിയൽ നമ്പറാണ് കോഡൊമെയിൻ. സോ ഇറ്റ് ഈസ് 1 ഓൺ ടു റേഞ്ച്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഡിനോമിനേറ്ററിലായിരുന്നെങ്കിൽ നമുക്ക് പറയാം y ≠ 0, ഇയാളായിട്ട് ഈക്വൽ അല്ല, ഓൺ ടു അല്ല. ഇത് ഓൺ ടു ആണ്, നമ്മൾ തിയററ്റിക്കലി പ്രൂവ് ചെയ്തു. ഇത് റേഞ്ച് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ് ഈ സാധനം മാച്ച് ചെയ്താൽ ഇറ്റ് ഈസ് ഓൺ ടു. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അപ്പോൾ ഇങ്ങനെ ഗ്രാഫിക്കലി ചെയ്യാൻ പഠിച്ചു. സംഭവം വളരെ സിമ്പിളായിട്ട്. ഇനി ഞാനിത് ചെയ്തു തരുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. വാട്ട് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ? മക്കളെ, ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻജക്റ്റീവും ആവണം, ഇൻജക്റ്റീവ് ആൻഡ് സർജക്റ്റീവ്. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് 1 ആണെന്ന്, 1 to 1 ആയിരിക്കണം, ആൻഡ് അതേ സമയത്ത് ഓൺ ടു ആയിരിക്കണം, രണ്ടും ആയിരിക്കണം, ആൻഡ് ഓൺ ടു. ഇൻജക്റ്റീവ് ആൻഡ് ഓൺ സർജക്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ ബൈജക്റ്റീവ്, രണ്ട് ഒബ്ജക്റ്റീവും റെഡി. ഇനി അതിനെ സെയിം ആയിട്ട് നമ്മൾ വിളിക്കും ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻസ്. അപ്പോൾ ചിലപ്പോൾ ബൈജക്റ്റീവ് ചെക്ക് ചെയ്യാൻ പറയും, സെയിം ആണ്. ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മതി. ഇൻവെർട്ടിബിലിറ്റി ചെക്ക് ചെയ്യാൻ പറയും, അല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ പറയും, സെയിം മെത്തേഡാണ്, ഒരു പ്രശ്നമില്ല. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറയും, അത് ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, സെയിം സംഭവമാണ്. അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. 2x - 3. ഓക്കെ, വളരെ പോപ്പുലർ ക്വസ്റ്റ്യൻ ആണ്. ബൈജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം.
ബേസിക്കലി നിങ്ങൾ 1 ആണോ ചെക്ക് ചെയ്യണം, ഓൺ ടു ആണോ ചെക്ക് ചെയ്യണം. രണ്ടുമാണെങ്കിൽ ഇറ്റ് ഈസ് ബൈജക്റ്റീവ് ആൻഡ് ഇൻവെർട്ടിബിൾ. നിങ്ങൾ കമൻസിൽ ആൻസർ പറയുക. അതോടെ നിങ്ങൾക്ക് 1 ഓൺ ടു ബൈജക്റ്റീവ് ഇൻവെർട്ടിബിലിറ്റി കഴിഞ്ഞു. ചാപ്റ്ററിൽ ഒരു വലിയ ഭാഗം കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾക്ക് +2 ഉയരെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് 6,000 റുപ്പീസാണ് ഒരു വർഷം മൊത്തത്തെ ഫീസ് വരുന്നത്. കൊമേഴ്സ് ബാച്ചും ഉണ്ട്, കീം ബാച്ചും ഉണ്ട്, നീറ്റ് ബാച്ചും ഉണ്ട്, റെക്കോർഡ് ക്ലാസ്, ലൈവ് ക്ലാസ് എല്ലാം കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാൻ, വിളിക്കാം. വേഗം അഡ്മിഷൻ എടുത്തോ. +2 നമുക്ക് ഫുൾ മാർക്ക് തന്നെ മേടിക്കണം. അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രസകരമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗ്രാഫ് നമുക്ക് 1 ആണോ ഓൺ ടു ആണോ 2 ആണോ നമുക്ക് നോക്കാം. ഇത് 1 ആണോ 1 ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് തുടങ്ങാം. എന് ഒരു പ്രീ ഇമേജ് ഉള്ളൂ, ബിന് ഒരെണ്ണേ ഉള്ളൂ, സിന് ഒരെണ്ണേ ഉള്ളൂ, ഡിന് ഒരെണ്ണേ ഉള്ളൂ. ദിസ് ഇസ് 1 ഇത് 1 to 1 ആണ്. ഓക്കെ, ഇത് 1 ആണോ? ഇല്ലല്ലോ, ബിന് 2 ആൾക്കാരുണ്ട്. അപ്പം മിനി ടു 1. ഇതും എന് 2 ആൾക്കാരുണ്ട്. അപ്പം തന്നെ മിനി ടു 1. ഇവിടെ നോക്കിയാൽ ഇത് ഓരോ ആൾക്കാർക്ക് ഓരോ പ്രീ ഇമേജ് ഉള്ളൂ. സോ 1 to 1. ഓക്കെ, ഇനി ഓൺ ടു ആണോ നോക്കണേ? വളരെ സിമ്പിൾ. 1 to ആണോ നോക്കണേ? ഇവിടെ നോക്കിയാൽ ഇതാണ് റേഞ്ചും കോഡൊമെയിൻ ഈക്വൽ ആണോ? ഓൺ ടു അല്ല. അപ്പോൾ ഇൻടു എന്ന് ഞാൻ എഴുതുന്നു. അപ്പോൾ ഇൻടു. ഇയാൾ ഇതാണ് റേഞ്ച്. അപ്പോൾ മെയിൻ കോഡൊമെയിൻ മൊത്തം ഉണ്ട്. സോ ഓൺ ടു അല്ല, നോട്ട് ഓൺ ടു അഥവാ ഇൻടു എന്ന് ഇടാം. ഓക്കെ, ഇയാളോ ദിസ് ഇസ് ഓൺ ടു അല്ലേ? ഇതാണ് കോഡൊമെയിൻ, ഇതാണ് റേഞ്ച്, ഓൺ ടു ആണ്. ആൻഡ് ഇവിടെ നോക്കിയാൽ ഇയാളും ഓൺ ടു ആണ്. സോ ഇതിൽ ഏത് ഫംഗ്ഷനാണ് ബൈജക്റ്റീവ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണോ എ ആണോ ബി, 1 2 3 4 ഏതാണ് ബൈജക്റ്റീവ് എന്ന് കമൻറ്റ് ചെയ്യുക. അതോടെ ഈ ടോപ്പിക് കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ഈ നമ്പറിലേക്ക് വിളിക്കാം. വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ. ഫുൾ ടോപ്പിക്സ് അവിടെ നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും.